നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അനുപമയെ പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പിന് ഹാജരാക്കണമെന്ന് 2 പോലീസുകാർ വന്ന് പറയുന്നു. രാവിലെ 10 മണിക്കുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ എത്തണം. എന്നാൽ അതിനുള്ളിൽ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ കാണണം. അതിനായി ചെന്നൈയിലുള്ള ടെക്നീഷ്യൻ വരില്ല. പിന്നെ അവിടെ ടെക്നീഷ്യന്മാർ ഒന്നുമില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാവും എന്തായാലും വിശ്വസിക്കാൻ പറ്റാവുന്ന വിനയനെ കൊണ്ട് തന്നെ ഇന്ദ്രൻ ക്യാമറ നോക്കിക്കാൻ പോകുന്നത്. വിനയന്റെ സ്വഭാവം അറിയാവുന്ന ഇന്ദ്രൻ വിനയനെ കൊണ്ട് അത് ചെയ്യിക്കരുത്. വീണ്ടും ചീരുവിന്റെ ജീവിതത്തിൽ വിനയനെ വരുത്താൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കഥയുമായി സംവിധായകൻ വന്നിരിക്കുന്നത്. സുശീലയും വിനയനുമൊക്കെയാണ് ഇപ്പോൾ കന്യാദാനം കൊണ്ടുപോകുന്ന 2 കഥാപാത്രങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ദുബായിൽ ജയിലിൽ കിടന്ന വിനയനെ അനന്തൻ മാഷ് ശുപാർശ ചെയ്ത് നാട്ടിലെത്തിക്കുമോ? സ്വന്തം മകളോടെന്തോ വൈരാഗ്യമുള്ളതുപോലെയാണ് വിനയനെ ജയിലിൽ നിന്നും കൊണ്ടുവന്ന് മാഷ് ഈ ചതി ചെയ്തത്. സുശീലയും ഹർഷയും കൂടി ഫോണിൽ സംസാരിക്കുന്നു. എങ്ങനെയും അനുപമയെ ജയിലിൽ കിടത്തണമെന്നാണ് ഹർഷയുടെ ആഗ്രഹം. 14 ദിവസമെങ്കിലും അവൾക്ക് അനുപമയെ ജയിലിൽ കിടത്തണം. ജയിലിൽ കിടക്കാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കാണാം. സുശീലയും ഹർഷയും തന്നെയാകും. CCTV ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ ചെന്നൈയിലെ ടെക്നീഷ്യൻ വരാത്തതുകൊണ്ട് വിനയന്റെ വീട്ടിൽ ചെന്ന് ഇന്ദ്രൻ കൂട്ടിക്കൊണ്ടുവന്ന് ആരും കാണാതെ അഴിച്ചെടുപ്പിക്കുന്നു. വിനയൻ ഇന്ദ്രനെ ചതിക്കുമോ എന്നറിയില്ല. ചിലപ്പോൾ ചതിക്കില്ലായിരിക്കും. ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അനന്തൻ മാഷിന്റെയും ഇന്ദ്രന്റെയും അനുപമയുടെയും പ്രീതി സമ്പാദിക്കാൻ അവൻ നോക്കും. ആർക്ക് പ്രശ്നം വന്നാലും പാവം ചീരുവിന്റെ ജീവിതം ഹോമിക്കേണ്ടി വരും. ഒരിക്കൽ മഞ്ചാടിക്ക് വേണ്ടി വിനയന്റെ ജീവിതത്തിലേക്ക് ചീരുവിന് പോകേണ്ടി വന്നു. ഇപ്പോൾ അനുപമയ്ക്ക് വേണ്ടി വിനയന്റെ ജീവിതത്തിൽ അനന്തൻ മാഷിന് വേണ്ടി പോകേണ്ടി വരും. സുശീലയെ സൂക്ഷിക്കണമെന്ന് കുഞ്ഞമ്മ പല പ്രാവശ്യം അനുപമയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്നിട്ടും അതൊന്നും വിശ്വസിക്കാതെ സുശീലയെ വിശ്വസിച്ചു. ഒടുവിൽ അനുപമ കാരണം എന്നും കണ്ണീരുമായി ജീവിക്കാനാകും പാവം ചീരുവിന്റെ വിധി. അമ്പിളിക്ക് രഘുവിനെ വല്ലാത്ത സംശയം. രഘു ഒരു ദരിദ്രവാസിയായി ജീവിച്ചിരുന്നപ്പോൾ യാതൊരു കുഴപ്പവും അമ്പിളിക്കില്ലായിരുന്നു. രഘു ഒന്ന് ജീവിതത്തിൽ മെച്ചപ്പെട്ടപ്പോഴാണ് അമ്പിളിക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത്. സത്യത്തിൽ രഘു ഇപ്പോൾ ചെയ്യുന്നത് മനുഷ്യത്വം കൊണ്ടും കടപ്പാടുകൊണ്ടുമാണെന്ന് അമ്പിളി അറിയുന്നില്ല. ആദ്യമേ ആ സ്വർണം എടുക്കരുതായിരുന്നു. അതെടുത്തത് അമ്പിളിയാണ്. എന്നിട്ട് എല്ലാ കള്ളത്തരങ്ങളും രഘുവിനെ കൊണ്ട് അമ്പിളി ചെയ്യിപ്പിച്ചു. അന്നേ അനന്തൻ മാഷ് പറഞ്ഞതാണ്, ആരുടെയും കണ്ണീര് വീഴുന്നതൊന്നും ശാശ്വതമല്ല, ജീവിതകാലം മുഴുവനും മനസ്സമാധാനം ഉണ്ടാകില്ലെന്നും. അന്നേ ആദിലിന് ആ സ്വർണം മടക്കി കൊടുത്തിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വരുമായിരുന്നു. ഇല്ലെങ്കിൽ ആദിലിന് പകുതി സ്വർണത്തിന്റെ വിലയെങ്കിലും കൊടുക്കാമായിരുന്നു. എന്നിട്ട് അതൊന്നും ചെയ്യാതെ രഘുവിനെ ഇപ്പോൾ സംശയിക്കുന്നു. ഒരമ്മയുടെയും മകളുടെയും ശാപം തന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് കരുതി മാത്രമാണ് രഘു ഇപ്പോൾ ആമിയെ സഹായിക്കുന്നത്.